ഏട്ടാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കമ്പനിയിലെ ക്രമക്കേടുകൾ അച്ഛൻ കണ്ടുപിടിച്ചപ്പോ വാമദേവന്റെ മുമ്പിൽ മറ്റു വഴികളില്ലായിരുന്നു. അയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യം വന്നപ്പോ അയാൾ ഒരുക്കിയ കെണിയില നമ്മുടെ അച്ഛൻ പോയത്. ഞാൻ വീൽ ചെയറിലായത്. അവരെ രണ്ടിനെയും ജീവിക്കാൻ അനുവദിക്കരുതേട്ടാ. രണ്ടും ഇപ്പൊ പോലീസ് ലോക്കപ്പിലുണ്ട്. നാളെ പ്രതാപനെയും വാമദേവനെയും കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് എന്തായാലും രണ്ടിനെ ജാമ്യം കിട്ടില്ല. കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ആ മാർക്കോയോട് പറഞ്ഞിട്ട് അവനെയൊക്കെ കത്തിച്ച് കളയാ വേണ്ടത്. അങ്ങനെ ഒറ്റയടിക്ക് രണ്ടും തീരാൻ പാടില്ല മോളെ. ഇനി വാർദ്ധക്യത്തിലേക്കല്ലേ പോകാൻ പോകുന്നത്. കിടന്ന് നരയിക്കട്ടെ. എന്തായാലും അമ്മാവനും കുടുംബത്തിന് ഞാൻ ചെയ്തു കൊടുത്തിരുന്ന സൗജന്യം നിർത്തി. ഇനി മേഘന്റെ വാമദേവന്റെ അക്കൗണ്ടിലേക്ക് മാസം മാസം പണം ചെല്ലില്ല. അവരും അനുഭവിക്കട്ടെ. അമ്മായി അതുപോലെ തന്നെ സ്വാതിയുടെ കല്യാണവും ഞാൻ ഇനി മുന്നിൽ നിന്ന് നടത്തില്ല. ഒരു സഹായവും ചെയ്തു കൊടുക്കരുത്. ജീവിക്കാൻ വയ്യെങ്കിൽ അന്യരുടെ മുന്നിൽ പോയി കൈ നീട്ടട്ടെ, രക്ഷ എടുക്കട്ടെ. എന്നാലും ഇതുപോലുള്ളവനെയൊക്കെ സഹായിച്ച ദൈവം പോലും നമ്മളോട് പൊറുക്കില്ല കണ്ണേട്ടാ. എന്താടാ കാണട്ടെ, രണ്ടാളെയും ശരിക്കും ഞാനൊന്ന് കാണട്ടെ. എന്റെ അച്ഛന്റെ കൊലയാളിയെ ഞാനൊന്ന് കാണട്ടെ. തന്റെ മോൻ കണ്ണി ചോരില്ലാത്ത ഒരുത്തനാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. തനിക്കും പണത്തോട് ആർത്തി ഉണ്ടെന്നറിയാം. എന്നാലും അതിനു വേണ്ടി എന്റെ അച്ഛനെ കൊല്ലുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതൊക്കെ വേറെ കെട്ടുകഥകളാ മോളെ. മിണ്ടരുത്. സ്വന്തം പെങ്ങളെ എന്റെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പെങ്ങളെ വിധവയാക്കി. അല്ല ബെസ്റ്റ് ആങ്ങള. എന്റെ അച്ഛനെ കൊന്നിട്ട് അർഹിക്കാത്ത നേട്ടം ഉണ്ടാക്കിയാലേ അത് എല്ലാ കാലവും നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ? വാമേട്ടൻ അന്ന് വലിയൊരു തുക വെച്ച് നീട്ടിയതുകൊണ്ടാ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. മിണ്ടരുത് താൻ. തന്റെ മോള് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാൻ അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കാതിരുന്നതേ അവളുടെ മുത്തശ്ശി അടക്കി കയറി നിന്നതുകൊണ്ടാ. ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് നിങ്ങളുമായിട്ട് ഒരു ശത്രുത പോലും ഇല്ലാതിരുന്ന എന്റെ അച്ഛന്റെ ബൈക്കിലേക്ക് ലോറി ഇടിച്ച് കയറ്റുമ്പോ നിങ്ങളുടെ കൈ വിറച്ചില്ലേ പ്രതാപ? രണ്ട് മനുഷ്യ ജീവനെ എടുക്കാൻ പോകുന്നൊരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടായില്ലേ? അന്നത്തെ കാലത്ത് അങ്ങനെ പറ്റിപ്പോയതാ മോളെ. എല്ലാം ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഇപ്പൊ നിന്റെ മരുമോന് ജോലിയില്ല, ഇയാൾക്കും ഇയാളുടെ മോനും ജോലിയില്ല. എന്നിട്ടും കൃത്യമായിട്ട് 3 ആളുടെ ശമ്പളം അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. അതാണ് കണ്ണേട്ടൻ എന്ന മനുഷ്യന്റെ നന്മ. അത് എന്റെ അച്ഛന്റെ വളർത്തു ഗുണമാ. ആ അച്ഛനെയാ നിങ്ങൾ രണ്ടും കൂടി കോടതിന്ന് ചിലപ്പോ നീയൊക്കെ ജയിലിൽ പോവായിരിക്കും. എന്നാലും എപ്പോഴെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങുമല്ലോ. ആ സമയത്ത് നിങ്ങളെ രണ്ടിനെ സ്വീകരിക്കാനായിട്ട് മാർക്കോയും ലോപ്പസും ഉണ്ടാവും. പിന്നെയാ നിന്നെയൊക്കെ രണ്ടിനെയും വെട്ടിക്കൊണ്ടിച്ച് ഉപ്പിലിടാൻ പോകുന്നത് മാർക്കോ. എടോ വാമ, നീ എന്തിനാടോ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? എന്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ല എനിക്ക്. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ പോയതാ.
നല്ല സ്നേഹമുള്ള കൂട്ടത്തിലായിരുന്നു എന്റെ അച്ഛനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കണ്ണേട്ടനെ പോലെ. അച്ഛന്റെ വാത്സല്യവും ലാളനെയും ഒക്കെ എനിക്ക് നഷ്ടമാക്കിയത് നിങ്ങൾ രണ്ടും കൂടിയാ. അതിന് പ്രതാപ അനുഭവിക്കാൻ പോകുന്നത് നീയോ ആയിരിക്കില്ല, നിന്റെ മകള് തന്നെയായിരിക്കും. അയ്യോ, കൃത്യസമയത്ത് തന്നെയാ നിന്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായത്. എന്തായാലും എന്റെ ഉണ്ണീട്ടിനും എന്റെ അമ്മയും എന്റെ അച്ഛന്റെ കൊലയാളികൾക്ക് മാപ്പ് തരുമെന്നേ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛനില്ലാതെ കുഞ്ഞിനെ നിന്റെ മോള് പ്രസവിക്കും. അയ്യോ, അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് തെണ്ടിത്തിരിയും. അങ്ങനൊന്നും പറയല്ലേ. പറയും, 1000 തവണ പറയും. അതിനുവേണ്ടി പ്രാർത്ഥിക്കും, നേർച്ച നേരും. അതൊക്കെ കണ്ട് മനസ്സ് വിങ്ങി വേണം നീ ഈ ഭൂമിന്ന് പോവാൻ. പിന്നെ എന്റെ അമ്മാവനെന്ന രാക്ഷസന് ഇപ്പൊ തന്നെ കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, മക്കളുടെ രൂപത്തില്. ഒരുത്തൻ കിടപ്പില്ല. ഇനി മോളും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ബന്ധം കിട്ടാൻ പോകുന്നില്ല. കണ്ണേട്ടന്റെ സഹായം ഇല്ലാത്തടത്തോളം കാലം അവൾക്ക് അവളെക്കാൾ യോഗ്യത ഇല്ലാത്ത ഒരുത്തനെ ആയിരിക്കും കിട്ടാൻ പോന്നെ. അതിലവള് തൃപ്തി കണ്ടെത്തേണ്ടി വരും. പെങ്ങൾക്ക് ആങ്ങളെ വലിയ വിശ്വാസമാ. ഇനി ആ പെങ്ങളുടെ മുന്നിൽ പോയി നിക്ക്. പിന്നെ ഈ മുഖം വികൃതമായിട്ട് തിരിച്ചു പോവാം. ഇത്രയും നാള് നിങ്ങൾ വന്നപ്പോ നല്ല ചൂട് ചായ ആണ് തന്നിരുന്നതെങ്കിലേ ഇനി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം നിങ്ങളുടെ മുഖത്തേക്ക് വീശി ഒഴിച്ചു തരും സ്വന്തം പുന്നാര പെങ്ങള്. നിങ്ങളുടെ മോനെ ഞാൻ വേണ്ടാന്ന് വെച്ചതേ എന്തുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ അച്ഛന്റെ കൊലയാളിയുടെ മോനെ കല്യാണം കഴിച്ചെന്നൊരു പേരുദോഷം എനിക്കുണ്ടായി പോയേനെ. നിന്റെ മോളുടെ ദുരിത ജീവിതം കാണാൻ വേണ്ടി നീ കാത്തിരുന്നോ പ്രതാപ? വരുന്നവരും പോകുന്നവരും എല്ലാം നമ്മളെ വെല്ലുവിളിച്ചും പ്രായിക്കൊണ്ടും പോവുകയാണല്ലോ പ്രതാപ. പിന്നെന്താ, അവര് പൂക്കളുമായിട്ട് വന്ന് പുഷ്പവൃഷ്ടി നടത്തൂ. അവളുടെ അച്ഛനെ നമ്മൾ കൊന്നിരിക്കുന്നേ, അല്ലാതെ അവളുടെ മരിച്ചുപോയ അപ്പൂപ്പനെ അല്ല. കഷ്ടം. മോളായിരുന്നോ? എന്തിനാ മോളേന്ന് വിളിക്കുന്നേ? ഞാൻ സാഗരേട്ടനോടൊപ്പം ഒളിച്ചോടി പോയതിനു ശേഷം എന്നെ കണ്ണിന് പിടിക്കില്ലായിരുന്നല്ലോ. അതിനുശേഷം എന്നെ കണ്ടപ്പോഴൊക്കെ സ്വന്തം മോന്റെ സ്വഭാവം മറന്നിട്ട് എന്നെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുമായിരുന്നല്ലോ. ഇപ്പോഴെന്താ അങ്ങനൊന്നും പറയണ്ടേ? ഞാൻ കൊലയാളികളെ കണ്ടിട്ടാ വരുന്നേ. അയ്യോ, എന്റെ അച്ഛന്റെ കൊലയാളികളെ. കുറച്ചു മുമ്പെയാ കണ്ണേട്ടൻ എന്നോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നേ. അയ്യോ, എന്റെ അമ്മയും ഉണ്ണിയേട്ടനും ഇതുവരെ അതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ നാളെ കോടതി കൂടുമ്പോ അവരും അറിയേണ്ടതൊക്കെ അറിയും. ഇതേപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മോളെ. എന്റെ അറിവോടെ അല്ല നിന്റെ അമ്മാവ് ഇതൊക്കെ ചെയ്തത്. നിന്റെ അമ്മാവനോ? എനിക്ക് അങ്ങനെ ഒരു അമ്മാവനില്ല. അവനുണ്ടല്ലോ ഓണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുത്തനാ. അവന്റെ മോനും അങ്ങനെ തന്നെയാ. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അവനെയും കൂടെ ഒന്ന് കാണണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അയ്യോ, കണ്ണേട്ടന്റെ അമ്മ മരിച്ചപ്പോ എന്തിനാ അവൻ എന്റെ അമ്മ എന്റെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തത്? ആ സമയത്ത് പെങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിലുള്ള സന്തോഷം ആയിരുന്നില്ല അവന്. മറിച്ച് എന്റെ അച്ഛന്റെ സ്വത്തുക്കളായിരുന്നു അവൻ നോട്ടിട്ടിരുന്നത്. അവസാനം കമ്പനിന്ന് പുറത്താവുന്നൊരു സാഹചര്യം വന്നപ്പോ പ്രതാപന്റെ സഹായത്തോടെ വാമദേവൻ എന്റെ അച്ഛനെ കൊന്നു.
എന്നിട്ടും അയാളുടെ അത്യാഗ്രഹം തീർന്നില്ല. അച്ഛനെ നഷ്ടപ്പെട്ട് കരയുന്ന എന്റെ അമ്മയ്ക്കൊപ്പം ചേർന്നിട്ട്, എന്റെ അമ്മയുടെ സങ്കടത്തിൽ പങ്കുചേർന്നിട്ട് അമ്മയുടെ മനസ്സിനെ ഇളക്കി മറിച്ചു. എന്റെ അമ്മയെ മറ്റൊരാളാക്കി മാറ്റി. സത്യം പറയാലോ, പേ പിടിച്ച നായ്ക്കളെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് പോലെ അയാളെ കൊല്ലേണ്ടതാ. അതെ, അയാളെ പ്രവൃത്തി കൊണ്ടാ മോളെ ഈ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ഒരുത്തി? എന്റെ ഏട്ടനും ഏട്ടത്തെയും തമ്മിൽ പിണങ്ങി പിരിഞ്ഞെന്ന് കരുതി അവള് വന്നിരുന്നല്ലോ എന്റെ വീട്ടിലേക്ക്. അതും അവളുടെ അച്ഛന്റെ ബുദ്ധിയായിരുന്നില്ലേ? ഒരവസരം വന്നപ്പോ മകളെയും കണ്ണേട്ടിനെ ഒന്നിപ്പിക്കാൻ നോക്കിയതാ. അയാളുടെ സ്വത്ത് മോഹേ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടിപ്പോ എന്തായി? കേസ് നടത്തി ഉള്ളതും കൂടി പോവും എന്ന് മാത്രമല്ല, കണ്ണേട്ടൻ സ്വാതിയുടെ കല്യാണം നടത്തുമെന്നും പറഞ്ഞല്ലേ നിങ്ങളൊക്കെ മനക്കോട്ട് കെട്ടിയിരിക്കുന്നത്. ഇനി അത് നടക്കില്ല. അവള് പുളിങ്കൊമ്പ് തേടി നടക്കുമല്ലേ. പുളിങ്കൊമ്പ് പോയിട്ടൊരു ഉണക്കക്കൊമ്പ് പോലും ഇനി അവൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ വാമദേവനും അവന്റെ മോനും കൊടുത്തോണ്ടിരിക്കുന്ന സഹായം ഉണ്ടല്ലോ, അതും കണ്ണേട്ടൻ അങ്ങ് നിർത്തലാക്കും. അയ്യോ, ഒരു മനുഷ്യൻ കാരണം ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുകയാണല്ലോ ഭഗവാനെ. അങ്ങനെ നഷ്ടപ്പെടുവാണെങ്കിൽ അതിന് നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല കാരണക്കാരൻ. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന നിങ്ങൾക്കും അതിന് നല്ലൊരു പങ്കുണ്ട്. ഒരിക്കലും ഇല്ല മോളെ. അച്ഛനും മോനും കൂടെ പലതും ഞാനും എന്റെ മോളും അറിയാതെ ചെയ്യുന്നത്. ലക്ഷ്മി എടുത്ത് വീട്ടിലില്ലാത്ത സമയത്ത് സ്വാതി എന്റെ വീട്ടിൽ വന്ന് നിന്നല്ലോ, അത് നിങ്ങൾ അറിയാതെയാണോ? സ്വന്തം മോളെ കണ്ണേട്ടന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് നിങ്ങൾ അറിയാതെയാണോന്ന്? എന്താ ഒന്നും പറയാത്തെ? എന്റെ അമ്മയ്ക്ക് ആങ്ങളെ വലിയ വിശ്വാസമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം എന്തിനും ഏതിനും ആ ദുഷ്ടം വേണമായിരുന്നു. അതിനവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടി. ബന്ധം ഉണ്ടാക്കിയ ആള് തന്നെ അത് ഓർത്തു മാറ്റി. എന്തായാലും സാഗരന്റെ കൂടെ ഞാനിപ്പോ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത്. ഞങ്ങളെ തമ്മിൽ വേർപിരിച്ചിട്ട് മുകളിൽ കിടക്കുന്നവനുമായിട്ട് ഒന്നിപ്പിക്കാനല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. ഈ വീട്ടിൽ നിന്ന് അവനെ കളഞ്ഞിട്ട് പോയതേ മഹാഭാഗ്യമായിട്ടാ ഞാനിപ്പോ കരുതുന്നേ. അല്ലെങ്കിൽ എനിക്കൊരു പേരുദോഷം കിട്ടിയേനെ. എന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോനെ കല്യാണം കഴിച്ചു എന്നൊരു പേരുദോഷം അതെന്തായാലും ഇല്ലാതെയായി. ഇനി ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അവൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോന്നേ നോക്കട്ടെ. കഴുത്തൊക്കെ അനക്കാൻ തുടങ്ങിയോ? നിനക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ലല്ലോടാ. അങ്ങനെ പുരോഗമനം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ആ മാർക്കോയോട് പറയാം. അവൻ വന്ന് നിന്റെ കാല് തല്ലി ഒടിച്ചോളും. കണ്ണേട്ടനല്ല, നീയും നിന്റെ അച്ഛനും ഒക്കെയാ വീൽ ചെയറിൽ നടക്കേണ്ടത്. നീ അറിഞ്ഞോടാ കാര്യങ്ങളൊക്കെ? നിന്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് എന്തിനാണെന്നൊക്കെ നീ അറിഞ്ഞോ? എന്റെ അച്ഛനെ കൊന്നിട്ടാ നിന്റെ തലയിൽ ലോക്കപ്പിൽ കിടക്കുന്നവൻ എന്നെ കെട്ടി വച്ചത്. താഴെ ഒരുത്തി ഉണ്ടല്ലോ നിന്റെ അമ്മ,
അവളോട് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അവള് കണ്ണീരൊഴുക്കുക, ഒന്നും അറിയാത്ത പോലെ. നിന്റെ അമ്മയോട് പറഞ്ഞത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. സാഗരേട്ടനെ തെരഞ്ഞെടുത്തതേ എന്റെ ഭാഗ്യമാടാ. അല്ലെങ്കിൽ ഞാനും ഒരു കൊലയാളിയായനെ. നിന്റെ ഭാര്യയായിട്ട് ഞാനിവിടെ കഴിഞ്ഞിരുന്നെങ്കിലേ എല്ലാത്തിനും വിഷം തന്നു കൊന്നേനെ. എന്തൊക്കെയോ നിനക്ക് എന്നോട് പറയണമെന്നുണ്ടല്ലോ. പറയടാ നീ, പറയടാ. എന്താടാ മിണ്ടാത്തെ? പറയടാ. പിന്നെ ഞാൻ കൊല്ലൂടാ. അയ്യോ അയ്യോ പറയടാ. നീ എന്തായാലും മോനെ ചെയ്തേ? ഇവന്റെ അച്ഛനെക്കാളും കണ്ണേട്ടിനെയും സാഗരേട്ടനെയും കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്നൊരുത്തനല്ലേ. ഇപ്പൊ ഇവൻ തല അനക്കാൻ തുടങ്ങി. ഇനി ഇവന്റെ കൈയും കാലും അനങ്ങുന്നതിന് മുമ്പ് ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാലെന്ന് ആലോചിക്കുക. ഇവന്റെ അച്ഛനെ ഇവനെ എങ്ങനെ ആക്കിയത്? അയാള് ചെയ്ത പാപത്തിന്റെ ഫലമാ ഇവനെ അനുഭവിക്കുന്നത്. അച്ഛനും മോനും പാപം ചെയ്യുമ്പോ അതിന് കൂട്ടു നിന്നിട്ട് ഇപ്പൊ ഇങ്ങനൊന്നും പറയരുത് നിങ്ങള്. ഇനി നിങ്ങളുടെയൊക്കെ മരണം വരെ ഇവൻ ഇങ്ങനെ കിടക്കണം. ബെഡിൽ ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോ ശരീരമൊക്കെ പൊട്ടാൻ തുടങ്ങുമല്ലോ. ഇപ്പൊ പൊട്ടി തുടങ്ങിയിട്ടുണ്ടോടാ? ഇല്ല മോളെ. എന്നാ കുറച്ച് കഴിയുമ്പോ ഇവന്റെ പുറമൊക്കെ പൊട്ടിയിട്ട് പുഴു അരിച്ച് തുടങ്ങിക്കോളും. അയ്യോ, ഇപ്പൊ തോമസ് സാറിന്റെ അടുത്ത് കൊണ്ടുപോയതിന്റെ പുരോഗതിയായി ഇവനുള്ളത്. ഇനി ഞാനും സാഗരേട്ടനും കണ്ണേട്ടനും ഒക്കെ കൂടി തോമസ് സാറിനോട് പറഞ്ഞോളാം ഇവനെ ഇനി ചികിത്സിക്കരുതെന്ന്. ഒന്ന് നടന്നു തുടങ്ങിയ ഇവൻ ഉടനെ ആയുധം കയ്യിലെടുക്കും. കൊലക്കത്തിയുമായിട്ട് കണ്ണേട്ടന്റെയും ലക്ഷ്മി എടുത്തിയുടെയും സാഗരേട്ടന്റെയും പിന്നാലെ പായും. നീ തളർന്ന ദിവസം എന്താ സംഭവിച്ചെന്ന് കണ്ണേട്ടൻ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടടാ. നീ അന്ന് കണ്ണേട്ടനെ കൊല്ലാനല്ലേ കൊണ്ടുപോയത്? എന്നിട്ട് നിന്റെ കാറല്ലേടാ മാർക്കോയെ ഇടിച്ച് തെറിപ്പിച്ചത്. അതിനുശേഷം എന്താ നടന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും ഇവനറിയാം. അതിവന് പറയണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ മിണ്ടാപ്രാണിയായി പോയല്ലോ. നീ ഇങ്ങനെ കിടക്കടാ. ഇതൊക്കെ നിന്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ നിന്റെ ചതിയിൽ കുടുങ്ങിയ പെൺകുട്ടികളുടെ ശാപം കൂടിയാ. ഇവന് ഭക്ഷണം കൊടുക്കുമ്പോ വിഷം കൊടുത്താലുവേ ഇവനൊന്നും സംഭവിക്കില്ല. ഇവൻ മരിക്കില്ല. പാമ്പിനെ പാമ്പ് കൊത്തിയ ചാവില്ലല്ലോ. ഇവന്റെ ഉള്ളില് രാജവെമ്പാലേക്കാളും വിഷമുണ്ട്. അതുകൊണ്ട് ഒരുമാതിരി വിഷമൊക്കെ കുടിച്ചാലും ഇവൻ മുകളിലേക്ക് പോവില്ല. അവന്റെ നോട്ടം കണ്ടില്ലേ? കൊല്ലണോടെ നടക്കണേ. മോളെ നീ ഒന്ന് പോ മോളെ. ഞാൻ പോവാ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരും. ഇനി വരുമ്പോ സാഗരേട്ടനായിട്ടായിരിക്കും വരുന്നേ. ഇവനെ പുരോഗതി ഉണ്ടോന്ന് നോക്കണം. അങ്ങനെ പുരോഗതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ മാർക്കോയെ കൊണ്ട് ചെയ്യിക്കും. എടാ, നിന്റെ പെങ്ങള് സ്വപ്നം കാണുന്ന പോലൊരു ബന്ധമൊന്നും ഇനി നിന്റെ പെങ്ങക്ക് കിട്ടാൻ പോകുന്നില്ല. അവള് മൂത്ത് നരച്ച് നിന്റെ മുന്നിലൂടെ നടക്കുന്നത് നിനക്കിനി കാണാം. അതെ, അവളുടെ കല്യാണം അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പയ്യനെയാണ് കാത്തു നിൽക്കുന്നതെങ്കിൽ അവളുടെ കല്യാണം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. കേട്ടോടാ? ലോക്കപ്പിൽ കിടക്കുന്ന നിന്റെ അച്ഛനെന്ന് പറയുന്നവൻ ഇതെന്തെങ്കിലും കേൾക്കുന്നുണ്ടോടാ? അയാൾ ഒറ്റ ഒരുത്തന ഇതെല്ലാം വരുത്തി വെച്ചത്. നിന്നെ വളർത്തി വഷളാക്കി ഇല്ലാതാക്കിയതും അയാളാ.
കണ്ണൻ ഇനി കാലണ തരത്തില്ലെന്നാ പറയുന്നേ. സ്വാതിയെ കെട്ടിക്കാൻ മാത്രമല്ല, മാസാമാസം നിനക്ക് നിന്റെ അച്ഛനും തന്നോണ്ടിരുന്ന ശമ്പളവും തരത്തില്ലെന്നാ അവളിപ്പോ പറഞ്ഞിട്ട് പോയത്. ഇനി എനിക്ക് പോയി കണ്ണന്റെ കാല് പിടിക്കാൻ പറ്റൂടാ? ദുർഗയും ഉണ്ണിയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവള് പറഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് ആ വീട്ടിനുള്ളിലേക്ക് കേറാൻ പറ്റുമോ? എല്ലാം പോയി, സകലതും ഒരു വാമദേവൻ കാരണം. ഏട്ടനാണോ നാളെ കേസ് വാദിക്കുന്നത്? അതെ, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആനന്ദും ഉണ്ടാവും. ഞാനിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അമ്മാവനെയും എൻ്റെ അമ്മായച്ചനെയും കണ്ടു. നിന്നോട് അങ്ങോട്ട് പോവാതെ നാളെ കോടതിയിലേക്ക് വരാനല്ലേ പറഞ്ഞത്? പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയത്? എന്താ നടന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ, അതുകൊണ്ട് പോയതാ. എന്നിട്ട് ആമാരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഏട്ടനോട് ചോദിക്കാനാ പറഞ്ഞേ. എന്നോട് ചോദിക്കണ്ട. നാളെ അമ്മയും കൂട്ടി കോടതിയിലേക്ക് വാ. നിനക്കും അമ്മയ്ക്കും വേണ്ടതൊക്കെ അറിയാൻ കഴിയും. എന്തിനായിട്ടാ ഇങ്ങനൊരു സസ്പെൻസ് ഇടുന്നത്? നാളെ സസ്പെൻസ് ഒക്കെ പൊളിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഏട്ടൻ അനന്തുവേട്ടനെയും കൂട്ടി കോടതിയിലേക്ക് പോകണമെങ്കിൽ ഏട്ടനുമായി ബന്ധപ്പെട്ട എന്തോ കേസാണ് നടന്നിരിക്കുന്നത്. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട കേസാണെന്ന് മാത്രം പറഞ്ഞുകൂടാ. എന്നെ ഒരുപാട് സ്വാധീനിച്ച കേസാ. നാളെ അതിന്റെ കാരണം അറിയുമ്പോ എന്നെ മഹിയം വെറുക്കുന്ന നീ പോലും ലോക്കപ്പിൽ കിടക്കുന്ന അവന്മാരെ ന്യായീകരിക്കില്ല. അത്രയ്ക്ക് വലിയ എന്ത് തെറ്റാണ് അവർ ചെയ്തത്? എന്റെ അമ്മാവനുൾപ്പെടെ അവന്മാര് രണ്ടുപേരും നേരത്തെ ജയിലിൽ കിടക്കേണ്ടവരാ, വളരെ കാലം മുമ്പ് തന്നെ. മേഘൻ വഴിതെറ്റിപ്പോയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവന്റെ അച്ഛൻ അതിനേക്കാൾ ഹീനമായിട്ട് ചിന്തിക്കുന്ന ഒരുത്തനാ. നീ എന്നാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിന്ന് എത്ര വൈകിയാലും ഈ കേസ് നന്നായി പഠിച്ചിട്ടേ കിടക്കൂ. ശരി ഏട്ടാ. അയാളിന്ന് ഉറങ്ങത്തില്ലെന്നാ തോന്നുന്നു. കേസ് പഠിച്ചോണ്ടിരിക്കുക. എങ്ങനെയും അമ്മാവനെയും കരുണയുടെ അച്ഛനെയും ജയിലിൽ കിടത്തി അടങ്ങുന്ന വാശിയിലാണ് അയാൾ. എടാ, രണ്ടാൾക്കും വേണ്ടി ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ. എന്തിനു വേണ്ടിയാണ് പ്രതാപനെയും വാമേട്ടനെയും കോടതി കയറ്റിയതെന്ന് നമ്മളൊക്കെ അറിഞ്ഞാലേ നമ്മളും കൂടെ നിൽക്കുമെന്നൊക്കെയാ അവൻ കുറച്ചു മുമ്പേ എന്നോട് പറഞ്ഞ്. അപ്പോ നമ്മളെ കൂടെ ബാധിക്കുന്ന കാര്യത്തിനായിരിക്കുമല്ലോ അവർ അറസ്റ്റ് ചെയ്ത്. അവൻ കോടതിയിലേക്ക് വരാൻ നമ്മളോടും പറഞ്ഞോണ്ടിരിക്കല്ലേ. പോണോ? സത്യങ്ങൾ അറിയണമെങ്കിൽ പോണം. ഇതുവരെ അമ്മാനും മേഘണ്ണൊക്കെ മാസാമാസം ഒരു തുക എനിക്ക് തരുന്നത് പോലെ അവർക്കും കൊടുക്കുമായിരുന്നു. അതിന് കൊടുക്കില്ലെന്നാ പറയുന്നത്. അയ്യോ, അത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുമാത്രമല്ല, സ്വാതിയുടെ കല്യാണത്തിന് സഹകരിക്കില്ലെന്നും അയാൾ പറഞ്ഞു കഴിഞ്ഞു. അത് നന്ദികേടല്ലേടാ മോനെ. ദേ, ഇവൻ സഹായിക്കുമെന്നും പറഞ്ഞ ഏട്ടനും ഏട്ടത്തെയും കൂടി സമാധാനത്തോടെ അവിടെ ഇരിക്കുന്നത്. അതിന് മാത്രം എന്ത് തെറ്റാ അവര് ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. എടാ, അവന്റെ ഭാര്യ വന്നതോടുകൂടി അവന്റെ സ്വഭാവം മാറിയെന്നാ എനിക്ക് തോന്നുന്നത്. ഈ പോക്ക് പോയാലേ നിന്റെ വരുമാനവും കൂടി നിലയ്ക്കുമല്ലോടാ മോനെ. അങ്ങനെ ഒരു ഭയം എനിക്കും ഇല്ലാതില്ല. ഇപ്പൊ എന്റെ കസേരയിലിരിക്കുന്നത് മഞ്ജുവാ. അവളുടെ ഭർത്താവിനെ ഇനി കമ്പനിയിലേക്ക് ക്ഷണിക്കുമെന്നറിയില്ല. അതുപോലെ തന്നെ ആ മാർക്കോയെ അവന്റെ കൂട്ടുകാരനെയൊക്കെ കമ്പനിയിലേക്കോ ഫിനാൻസിലേക്കോ കൊണ്ടുവരണമെന്ന് അങ്ങനെ നല്ല ആഗ്രഹമുണ്ട്.
അങ്ങനെ നമ്മുടെ ശത്രുക്കളെല്ലാം കൂടെ അവന്റെ ബിസിനസ്സിൽ സഹകരിക്കാൻ തുടങ്ങിയാലേ പിന്നെ നിനക്കങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റത്തില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. അയാളെ കൊന്നിട്ട് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മേ? അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും കരുണ കൊല്ലാൻ നോക്കിയെങ്കിൽ അതിന് വ്യക്തമായ കാരണമില്ലേ? ഇരുട്ട് വെളുക്കോളം അതുപോലെ അവളെ എവിടെ കഷ്ടപ്പെടുത്തിയത്. എല്ലാത്തിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ ആരായാലും പ്രതികരിച്ചു പോകും. ഇപ്പോ ഭാര്യ ഹോസ്പിറ്റലായതുകൊണ്ട് അയാൾ ഇവിടെ ഉണ്ട്. എന്തായാലും കോടതി കഴിയട്ടെ. അതിനുശേഷം കോടതി കയറാൻ പോകുന്നവരുടെ തെറ്ററിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമേ. കൊണ്ടുവരും. ചേർത്ത് നിർത്തും. സിസ്റ്റർ, ഇനി മാറ്റി കിടത്തിക്കോളൂ. പതുക്കെ സൂക്ഷിച്ച്. ഓക്കെ ഓക്കെ, നേരെ കിടന്നോളൂ. ദേ, അധിക നേരം കയ്യിലെടുക്കണ്ട. അടുത്ത് കിടത്തുകയും വേണ്ട. തൊട്ടിൽ കിടത്തിയാ മതി. കൊണ്ട് കിടത്ത്. കുഞ്ഞാവൊക്കെ ഇടുന്നോട്ടോ. കരയണ്ട കരയണ്ട കരയണ്ട. വാ 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 വാ. എന്റെ മോളു ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോട്ടോ. വലിയൊരു അംഗം കഴിഞ്ഞിട്ടാ അമ്മയും കുഞ്ഞും ഇവിടെ വന്ന് കിടക്കുന്നത്. പിന്നെ ഇത്ര പെട്ടെന്ന് വാർഡിലേക്ക് മാറ്റാൻ കഴിയുമെന്നൊന്നും ഉറപ്പില്ലായിരുന്നു. കുഞ്ഞിന്റെ കാര്യത്തില് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എല്ലാ അപകടഘട്ടങ്ങളെയും അതിജീവിച്ചു എന്ന് പറയാം. ആ, എത്തിയല്ലോ ആള്. ദേ, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ആപത്ത് മുന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മയും കുഞ്ഞിനെയും അതിലേക്ക് തള്ളി വിടരുത്. സ്വന്തം കുടുംബത്തിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം. അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നവരെ അവിടെ നിന്ന് മാറ്റണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ? ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ കണ്ണേട്ടാ? കേട്ടു. ഇനി ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. കോടതിയിലേക്കുള്ള പോക്ക. അതിനിടയിലാ ഇങ്ങോട്ടേക്ക് കയറിയേ. അമ്മേ, എന്റെ അച്ഛന്റെ കൊലയാളികളോട് ഒരു സിമ്പതിയും ഞാൻ കാണിക്കില്ല. പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അത് വേണം മോനെ. ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള യോഗ്യത രണ്ടെണ്ണത്തിനും ഉണ്ട്. കണ്ണേട്ടന്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ടല്ലോ. കേസ് പഠിച്ചതാണോ? അതെ, ഇന്നലെ വൈകിയ കിടന്നേ. അവിടെ അനന്തോട്ടനും 2 മണി കഴിഞ്ഞു കിടന്നപ്പോ. ഞങ്ങൾ രണ്ടാളും പ്രിപ്പയർഡാ. കോടതിയിൽ ഒരു പാളിച്ച ഉണ്ടാവില്ല. പിന്നെ ഇതുവരെ ഉണ്ണി അവന്റെ അമ്മയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല.
പ്രതാപനും അമ്മാവനും പോലീസ് ലോക്കപ്പിലാണെന്ന് അറിയാം. പക്ഷേ അവർ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയില്ല. കോടതിയിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിട്ട് അറിയട്ടെ എന്റെ അമ്മയും അനിയനും അമ്മയുടെ ആങ്ങളെയാണ് സ്വന്തം ഭർത്താവിനെ കൊന്നതെന്ന്. ഇവിടെ ഒരാൾ ഉറങ്ങുവാണോ അതോ കളിക്കുവാണോ? അമ്മയും കുഞ്ഞിനെ വാർഡിലേക്ക് മാറ്റിയ സന്തോഷത്തിലേ ഞാൻ പോകുന്നേ. ഇനി ആവേശത്തോടെ കേസ് വാദിക്കാം. തൽക്കാലം ഇനി പ്രതാപന്റെയും വാമദേവന്റെ ശല്യം നമുക്കുണ്ടാവില്ലടോ. സ്വത്തും പണവും മോഹിച്ച് ഒരു ജീവനെടുത്ത പ്രതാപനും വാമദേവനും കേസ് പറഞ്ഞ് മടുക്കുന്ന ദിവസങ്ങളാ വരാൻ പോകുന്നേ. അമ്മയുടെ മോള് പ്രഗ്നന്റ്. കോടതിയിൽ വെച്ച് എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ഉണ്ണി അവന്റെ ഭാര്യയെ തിരികെ വിളിക്കണമെന്ന് അവൻ തീരുമാനിക്കട്ടെ. കേസ് കഴിയുന്നതോടെ പ്രതാപൻ പിന്നെ സമ്പന്നനല്ല, പാപ്പര. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട പ്രതാപന്റെ മകളെ അവൻ കൂടെ കൂട്ടുമെന്ന് എനിക്കുറപ്പില്ല. അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത 100-150 പവൻ പോലും ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് വിറ്റ് തൊലക്കേണ്ടി വരും. ഞാൻ പോയിട്ട് വരാം. ശരി കണ്ണേട്ടാ. ലേഖേ, നീ കാത്തിരുന്ന ആളാ അമ്മയുടെ അരികിൽ കിടക്കുന്നേ. നീയും കുഞ്ഞിന്റെ അമ്മയായിക്കോ, രണ്ടമ്മമാരായിക്കോട്ടെ. ശരിയെന്നാ. കണ്ണേട്ടൻ ഇത്രയും വാശി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലമ്മേ. ഇനിയും വാശിയില്ലാതിരിക്കാൻ കണ്ണേട്ടൻ കരിങ്കല്ലൊന്നും അല്ലല്ലോ, നമ്മളെ പോലെ മനുഷ്യനല്ലേ. കണ്ണേട്ടന്റെ മഹിയെ പോലെ തന്നെ പ്രാണനായിരുന്നു കണ്ണേട്ടന്റെ അച്ഛനെയും. ആ അച്ഛന്റെ പ്രാണൻ എടുത്തവരെ എന്തായാലും കണ്ണേട്ടൻ വെറുതെ വിടില്ല. നമ്മളെ കേസ് തോക്കും സാറേ. ജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്കും അറിയാം. എങ്കിലും ഈ സമയത്ത് ഇങ്ങനെയാണോ നിങ്ങൾ പറയേണ്ടത്? എന്റെ പൊന്നു വക്കീലെ, കോടതിയിൽ എന്താ നടക്കാൻ പോകുന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ പിന്നെ എന്തിനാ എന്നെ ഇത്രയും പൈസ എന്ന് വെച്ചത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാ, സാഹചര്യ തെളിവുകളും ഒന്നുമില്ല. നിങ്ങളുടെ മോനും ആ വാമദേവനും വഴിമാറ്റി പറഞ്ഞാൽ മാത്രം മതി. എന്നാ ഞാൻ അകത്തേക്ക് ഇല്ലട്ടെ. ഇറങ്ങി വാരണ്ടു. നടക്ക. സാറ് സാറേ, ഞാനിവന്റെ അമ്മയല്ലേ സാറേ? ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ സാറേ. ആ ശരി ശരി, എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് വാ. വാ മോനെ.
ഡാ മതി മതി വാ മോനെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മനസ്സിൽ വെച്ചേക്കണം വാടാ. മോനെ. നടക്ക. നേരത്തെ തന്നെ കോടതിയിൽ ഹാജരായോ? മോനെ, കർണമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കുന്നവരുടെ വയറ്റിൽ എന്തിനാ ഒരു കുഞ്ഞ്? അതിനെങ്ങ് കളഞ്ഞൂടെ? അല്ലെങ്കിൽ കൊച്ചുമോൾ അതിന്റെ ഭാവി കളയും. ഉണ്ണി അവന്റെ അമ്മയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരെ കാര്യങ്ങൾ അറിയിക്കണ്ടേ? എനിക്കറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രതാപനും വാമദേവൻ ചെയ്തത് ഒരബദ്ധമല്ല, അത് കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകം. കോടതിയില് അത് എത്രമാത്രം തീവ്രതയുള്ള കൊലപാതകമാണെന്ന് ഇന്ന് ബോധ്യപ്പെടും. അതുകൊണ്ടേ മടങ്ങി പോകുമ്പോ നിങ്ങളുടെ കൂടെ മോനും കാണില്ല. എന്നാ പിന്നെ പോരെ, കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് കാണാം. ഒടിഞ്ഞു പോകത്തുള്ളടാ. എനിക്ക് പോണെന്ന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അമ്മായി ഫോൺ എടുക്കുന്നില്ല. കരുണയാണെങ്കിൽ അവളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറയുന്നുമില്ല. ഇങ്ങനെയൊക്കെ സത്യം മൂടി വെക്കുന്ന സ്ഥിതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? എടാ, അതുകൊണ്ടാ ഞാനും പോവാന്ന് കരുതിയത്. പ്രതാപനും വാമേട്ടനും ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ലെന്നൊക്കെയാ കണ്ണന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എടാ, അതിന് മാത്രം എന്ത് തെറ്റാടാ അവര് ചെയ്തത്? ചെയ്ത തെറ്റ് എന്തായാലും അവരെ രണ്ടാളെയും ജയിലിലാക്കുന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ വീട്ടിലെ മൂത്ത സന്താനം. അതിലൂടെ അയാൾ ടാർഗറ്റ് ചെയ്യുന്നത് കരുണയാ. അവളാണല്ലോ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിയും തള്ളി താഴെയിട്ടത്. അതുകൊണ്ട് അവളുടെ അച്ഛൻ ജയിലിൽ കിടക്കണം. അയാളിപ്പോഴും ക്വാറി നടത്തുന്നുണ്ടല്ലോ, ആ വരുമാനമൊക്കെ നിലയ്ക്കണം. ശരിക്കും പറഞ്ഞ എന്റെ അമ്മായച്ഛനെ പാപ്പരാക്കാനാണ് അങ്ങേരി പണിയൊക്കെ ചെയ്യുന്നത്. വാമേട്ടന് അതിനൊപ്പം എന്തിനാ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത്? അതൊക്കെ അറിയാനാണല്ലോ നമ്മൾ കോടതിയിലേക്ക് പോകുന്നത്. അവിടെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. ഒരുത്തനാണെങ്കിൽ ഭീഷണിയായിട്ട് പിന്നാലെ നടക്കുക, ആ മാർക്കോ.
അതുകൊണ്ടാ എനിക്ക് പോവാനൊരു മടി. എടാ ഇനി ഇപ്പൊ മടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. പോയി കാര്യം അറിഞ്ഞിട്ട് വരാം. കണ്ണം പറയുന്നത് ഉറപ്പായിട്ട് നമ്മൾ കോടതിയിൽ ചെല്ലണമെന്നല്ലേ? അപ്പൊ നമ്മൾ അറിയേണ്ട എന്തോ ഒരു രഹസ്യം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാ അവര് നടക്കുന്നത്. എന്നാ പിന്നെ ഇനി സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. മോനെ, കോടതിയിൽ എത്തുന്നതിന് മുമ്പേ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് നിർത്തണേ. കരുണയുടെ അച്ഛനും വാമേട്ടനും ജാമ്യം കിട്ടണേന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. വാമേട്ടൻ എന്നും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിന്ന കൂട്ടത്തിലാ. ആ, അതുപോലെ തന്നെ കരുണയുടെ അച്ഛനും നിന്റെയും കരുണയുടെയും ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാൻ പാടില്ല. ആ, നീ വാ. എടാ വാ മോനെ. സാറേ, 95 മുതൽ ഞാൻ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമാണ്. അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജോലിയിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല സാറേ. അതുകൊണ്ട് കമ്പനിയുടെ MD ആയ വിശ്വനാഥന് എന്നോട് വലിയ സ്നേഹമായിരുന്നു, മതിപ്പായിരുന്നു. അതുകൊണ്ടാ ആദ്യ ഭാര്യ മരിച്ച ശേഷം മോനെ നോക്കാൻ വേണ്ടി ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളെ തന്നെ വിശ്വനാഥന് കൊടുത്തു. അതോടെ എന്നോടുള്ള സ്നേഹം കൂടി അയാൾക്ക്. അത്രയ്ക്ക് ഞാൻ കമ്പനിയുടെയും വിശ്വനാഥിൻ്റെയും വിശ്വസ്തനായിരുന്നു. പിന്നെന്തിനാ കൊട്ടേഷൻ കൊടുത്തത്? ഞാൻ കൊടുത്തിട്ടില്ല സാറേ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ശരിയാണോടോ പറഞ്ഞത്? തലയാട്ടിയാ പോരാ, ശരിയാണോ എന്നാണ് ചോദ്യം. ഭയങ്കര മഴയായിരുന്നു സാറേ. ആ സമയത്താ 5 വയസ്സുള്ള മോക്കൊപ്പം ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വന്നേ. ആ ബൈക്കിൽ തട്ടിയത് ഞാൻ അറിഞ്ഞതേയില്ല. ഒരു മരണം നടക്കാൻ പാകത്തിന് ലോറി കൊണ്ടുപോയി ബൈക്കിൽ തട്ടിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? എനിക്കൊന്നും അറിയത്തില്ല സാറേ. അറിയത്തില്ലെന്ന് പറഞ്ഞ എടോ, ഈ നിൽക്കുന്ന വാമദേവൻ എന്ന് പറയുന്ന ആള് തനിക്ക് വലിയൊരു തുക ലോറി കൊണ്ടുപോയി ബൈക്കിൽ തട്ടിക്കാൻ വേണ്ടി തന്നോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. അതിനുള്ള മറുപടി അല്ലല്ലോ താൻ പറയുന്നത്. സാറേ, അന്നൊന്നും എനിക്ക് ഇവനെ പ്രതാപനെ പരിചയം പോലും ഇല്ലായിരുന്നു. 2010 കൺസ്ട്രക്ഷന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇയാളെ പരിചയപ്പെടുന്നത്. ഇയാൾ ലോറിയിൽ പാറയും മണലും ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ കമലേശ്വരം കൺസ്ട്രക്ഷനിലേക്ക് വരുന്നതും ഞാൻ ഇയാളെ പരിചയപ്പെടുന്നതും. ഇയാൾ കൊണ്ടുവരുന്ന മണലും പാറയൊക്കെ തരക്കേടില്ലാത്തതുകൊണ്ട് ഇയാൾക്ക് പിന്നീട് അങ്ങോട്ട് ഇഷ്ടം പോലെ ഓർഡർ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ആ ബന്ധത്തിന്റെ പുറത്താണ് ഇയാളുടെ ആദ്യ ഭാര്യയുടെ മോളെയും ഇയാളുടെ സ്വന്തം മോളെയും ഞാൻ കമലേശ്വരത്തെ മരുമക്കളാക്കാൻ തീരുമാനിച്ചത്. മുമ്പ് വിശ്വനാഥൻ കാണിച്ച അതേ കരുണയാണ് വിശ്വനാഥന്റെ മോനോടും കാണിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അന്നത്തെ അപകടത്തിന് ശേഷം വിശ്വനാഥന്റെ മോനായ കണ്ണന്റെ അരക്ക് താഴോട്ട് തളർന്നു പോയി സാറേ. അപ്പൊ പിന്നെ ആ പാവത്തിനൊരു കൂട്ടു വേണ്ടയോ സാറേ? നമുക്കൊരു മനുഷ്യത്വം ഇല്ലയോ? അതിനു വേണ്ടിയിട്ടാ സാറേ ഇയാളുടെ മൂത്ത മോളെ കണ്ടെത്തിയത്. അപ്പൊ പിന്നെ ഇളയ ആളുകൂടി എന്റെ പെങ്ങളുടെ മകന് ഭാര്യ ആയിക്കോട്ടെ എന്ന് കരുതി. ഇതൊക്കെയാ സാറേ നടന്നത്. അല്ലാതെ ഞാനൊരു കൊട്ടേഷനും ആർക്കും കൊടുത്തിട്ടില്ല. അത് ഇയാളല്ലേ പറയേണ്ടത്.
എന്താടോ പ്രതാപ താനൊന്നും പറയാത്തത്? സാർ, ഞാനൊന്നും ഓർക്കുന്നില്ല. തന്റെ ലോറി കൊണ്ടുപോയി ബൈക്കിൽ തട്ടിച്ചിട്ട് താൻ ഓർക്കുന്നില്ല അല്ലേ? ഇയാൾ കൃത്യം നടത്താൻ വേണ്ടി പണം തന്നതും തനിക്ക് ഓർമ്മയില്ല അല്ലേ? അയ്യോ, ഞാനൊരു മെന്റൽ പേഷ്യന്റാ സാറേ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറവി വരാറുണ്ട്. പ്രതാപ, താൻ പറഞ്ഞത് സത്യമാണ്. പ്രതാപനെ ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. വാമദേവൻ എന്ന എൻ്റെ കക്ഷി 10-30 കൊല്ലം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ സേവിച്ച കൂട്ടത്തിലാണ്. അതും ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ. അങ്ങനെയുള്ള വാമദേവനോട് മരണപ്പെട്ട വിശ്വനാഥന് വലിയ സ്നേഹമായിരുന്നു, വിശ്വാസമായിരുന്നു. അത് ഇയാളുടെ മൊഴിയിൽ നിന്ന് മാത്രമല്ല, ഇയാളുടെ പെങ്ങളെ ഇയാളുടെ വാക്ക് കേട്ട് വിശ്വനാഥൻ വിവാഹം കഴിച്ചതിലൂടെ വളരെ വ്യക്തമാണ്. വിശ്വനാഥന് പുതിയൊരു ജീവിതമുണ്ടാക്കി കൊടുക്കാൻ, അയാളുടെ മകനെ നോക്കാൻ സ്വന്തം പെങ്ങളെ തന്നെ കൊടുക്കാൻ തയ്യാറായ വാമദേവന് എന്തിൻ്റെ പേരിലായാലും വിശ്വനാഥനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇത് യാദൃച്ഛികമായി നടന്ന ഒരു അപകടമാണ്. പ്രതാപൻ എന്ന എൻ്റെ കക്ഷിക്ക് ബൈക്കിൽ ലോറി ഇടിച്ചത് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. എന്ന് വച്ചാൽ പ്രതാപന്റെ ലോറി തന്നെയാണ് ഇടിച്ചതെന്ന് പോലും വ്യക്തമല്ല. സാഹചര്യങ്ങൾ അങ്ങനെ ഇരിക്കെ വർഷങ്ങൾക്ക് ശേഷം ആരുടെയോ പ്രേരണയാൽ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് നടന്ന ചില വഴക്കുകളുടെ പശ്ചാത്തലത്തിൽ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കേസാണിത്. എൻ്റെ കക്ഷികളുടെ നിരപരാധിത്വം ഇതിനോടകം തന്നെ കോടതിക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ആയതിനാൽ എൻ്റെ കക്ഷികളെ നിരുപാധികം വിട്ടേക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വാദിഭാഗത്തിന് വേണ്ടി ആരെങ്കിലും ഹാജരായിട്ടുണ്ടോ? യെസ് യുവർ ഓണർ. പ്രൊസീഡ്. എന്താ പേര്? ഞാൻ നിന്റെ അമ്മാവനല്ലേ മോനെ. നിങ്ങളുടെ പേരെന്താണെന്നാ ചോദിച്ചത്?